ജാസിയെക്കുറിച്ച് ഒരാളും കൂടി പറയാൻ വേണ്ടി കാത്തിരിക്കുന്നു. ജാസിയേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ സംഭവം കുറേ പറയാനുണ്ട്. കാരണം ജാസിയേട്ടനും ഞാനുമായിട്ടുള്ള ഒരു അസോസിയേഷൻ, ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരേ സമയത്താണ് കരിയർ ഞങ്ങൾക്ക് ബ്രേക്ക് കിട്ടിയതൊക്കെ. ഏകദേശം ഒരേ ടൈമിലാണ് നമ്മൾ സീനിലേക്ക് വന്നത്. പക്ഷെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ജാസിയേട്ടൻ എപ്പോഴും ലൈക്സ് ടു സ്പീക്ക് ത്രൂ ഹിസ് വർക്ക്. ഒരിക്കലും ഇപ്പോൾ ആര് എന്തെങ്കിലും പറഞ്ഞാലും, ഇപ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായം ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞാൽ തന്നെ ഉടനെ അതിന് പ്രതികരിക്കുക, ഒരു സീൻ ഉണ്ടാക്കുക, അങ്ങനെ ഒരു വിഷയമേ ജാസിയേട്ടനില്ല. ജാസിയേട്ടൻ്റെ ഈ ഒരു ചിൽഡ് ഔട്ട് ലേഡ് ബാക്ക് ആറ്റിറ്റ്യൂഡ്, അതായത് എന്ത് പ്രശ്നം വന്നാലും ഒരു പരിധി വിട്ട് ജാസിയേട്ടന് ഒരിക്കലും റിയാക്ട് ചെയ്യില്ല. വളരെ കൂളാണ്, വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പം ഈ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതെന്ന് പറഞ്ഞുതരാമോ? ആൾക്കാരുമായിട്ട് ഇടപെടുന്നതിലുള്ള ഒരു നല്ലൊരു സംഭവമായിട്ടാണ്. ഇടപെടൽ കുറവാന്നല്ലേ പറഞ്ഞത് നേരത്തെ? എങ്കിലും കൂടുതൽ നെഗറ്റീവ് സംഭവങ്ങൾ പറയാതെ പോസിറ്റീവായിട്ട് പോകുന്ന ഒരു ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം അത് പണ്ട് മുതൽ എനിക്കുണ്ട്. കുറച്ചൊരു ബേസിക് സിനിമ നൽകിയിട്ടുള്ള സാമ്പത്തിക സാഹചര്യങ്ങൾ, ആ സൗഭാഗ്യങ്ങളൊക്കെ ഒരു പക്ഷേ അധികമായിട്ട് കിട്ടി. പക്ഷേ സ്ഥായിയായിട്ടുള്ള സ്വഭാവത്തിൽ വലിയ മാറ്റം വന്നില്ല. മാറ്റം വരാതിരിക്കുകയായിരിക്കും നല്ലത്. വരാതിരിക്കുന്നതാണ് നല്ലതാണ്. ഇനി വരേണ്ട ഒരാളും കൂടിയുണ്ട്. അപ്പോൾ ചേട്ടൻ സൗത്ത് ഇന്ത്യയിൽ ഇപ്പോൾ മലയാളം, തെലുങ്ക്, കന്നഡ, തമിഴ് എല്ലായിടത്തും സോങ് ചെയ്യുന്നുണ്ട്, പാടുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതല്ലാതെ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു ചേട്ടൻ്റെ ഒരു സോങ്, ഐ മീൻ ഒരു ബാൻഡ്, അങ്ങനെ എന്തെങ്കിലും ഒരു നമുക്ക് പ്രതീക്ഷിക്കാമോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡ്രീം ചേട്ടനുണ്ടോ എന്നുള്ളതൊന്ന് പറഞ്ഞാൽ കൊള്ളാം. എനിക്ക് ഡ്രീമുണ്ട്. ഡ്രീം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ കേട്ടോ, എനിക്കൊരു ഡാൻസ് ആൽബം ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് ഈ പറയുന്നത് പോലെ വളരെ ബെസ്റ്റായിരിക്കണം, ഡാൻസ് ഓറിയൻറ്റഡ്, ഫുള്ള് ഒരു പക്ക ഒരു ഡാൻസ് ആൽബം. നമ്മൾ ഈ കരീബിയൻ ആൽബം ഒക്കെ കാണുന്നത് പോലെ ഒരു വെസ്റ്റേണൈസ്, ഒരു പക്ക വെസ്റ്റേൺ. പിന്നെ നമ്മുടെ ഇവിടുത്തെ നേറ്റീവ് യൂസ് ചെയ്യാം, കുറച്ച് ഫോക്കും കൂടെ ചേർക്കാം. നമ്മുടെ അങ്ങനത്തെ ഒരു പക്ക ഒരു ഇംഗ്ലീഷ് ആൽബം ചെയ്യണമെന്ന്, ഒരു ഡാൻസ് ആൽബം, പക്ക ഒരു ഡാൻസ് മിക്സ് ചെയ്യണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് പറയുന്നത് പോലെ വളരെ ഈസി അല്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് മിനിമം ഒരു 2 പാട്ടെങ്കിലും ഹിറ്റായിരിക്കണം വലിയ ചാർട്ടുകളിൽ. അപ്പോൾ അത് വളരെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് മാത്രമേ ചെയ്യുള്ളൂ. അതാണ് ഡാൻസ്, അതാണ് എൻ്റെ ഒരു ഡ്രീം. ജാസി പറഞ്ഞ പഴയ ഹോട്ടലിലെ ഗസ്റ്റുകളെയൊക്കെ ഇങ്ങനെ സ്വാധീനിച്ചുകൊണ്ടിരുന്നത് അവരുടെ ജന്മദേശത്തെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള പാട്ടുകൾ വെച്ചിട്ടാണ്. ഒരു പക്ഷേ മലയാളത്തിൻ്റെ ഏതെങ്കിലും ഒരു പാട്ട്, ഏതെങ്കിലും തരത്തിൽ ഒരു പഴയ ഗാനം ജാസിക്കൊരു നൊസ്റ്റാൾജിയെ പ്രദാനം ചെയ്യുന്നുണ്ടോ? അതെയോ ജാസി അങ്ങനെയുള്ള പഴയ പാട്ടുകൾ പാടുന്നതായിട്ട് അത്ര ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ പഴയ പാട്ടുകൾ പാടാറുണ്ട്, പക്ഷേ നമുക്ക് പറ്റുന്ന പാട്ടുകൾ, എല്ലാ പാട്ടും നമുക്ക് പഴയ പാട്ടുകളെന്ന് വെച്ചാൽ വളരെ ഒരു പഴയ പാട്ടൊന്ന് റീമിക്സ് ചെയ്യണമെന്ന് ജാസിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് ഏത് പാട്ടായിരിക്കും? കുറേ പാട്ടുകളുണ്ട്, പ്രത്യേകിച്ച് രവീന്ദ്ര മാഷിൻ്റെയും ജോൺസൺ മാഷിൻ്റെയൊക്കെ ഒത്തിരി പാട്ടുകൾ ആ ടൈപ്പിൽ ഉണ്ട്. പക്ഷെ അത് റീമിക്സ് ആക്കാൻ പറ്റില്ല. റീമിക്സ് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സംഭവം മാറിപ്പോവും. ഒരു റീമിക്സ് അല്ലാതെ കുറച്ച് നല്ല എലമെൻറ്റ്സ് എടുത്തു വെച്ച് ചെയ്യണം. അങ്ങനെയുള്ള കുറേ പാട്ടുകൾ മനസ്സിലുണ്ട്. ഒരു പക്ഷേ ജാസി പാടുന്ന, ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ പാടുന്ന ഒരു പഴയ മലയാള ഗാനം ഏതായിരിക്കും? പലപ്പോഴും പല സമയം പല പാട്ടുകളായിരിക്കും, ഓരോ മൂഡിനനുസരിച്ച്. ഞാൻ ഇപ്പോൾ വെറുതെ ഒരു 2 ദിവസത്തെ മുമ്പുള്ള എൻ്റെ മൂഡ് വെച്ച് ഈ പാട്ടാണ് ഇത്. അത് വെച്ചിട്ട് ഞാൻ 2 ദിവസത്തെ മൂഡ് ഞാൻ മനസ്സിലാക്കുന്നത്. നീരദ ശ്യാമള കോമള രൂപിണി നീരാടും അപ്സര കന്യകനീ പൂർണേന്ദുമുഖി രാജീവലോലനെ ചാരുചിത്രാംഗനെ മാമകമഞ്ജരി നീരദ ശ്യാമള കോമള രൂപിണി. ഇത് വളരെ അധികം ആരും കേട്ടിട്ടില്ലാത്തൊരു പാട്ടാണ്. 2 ദിവസം മുമ്പെന്ന് പറയുമ്പോൾ ബാംഗ്ലൂരുള്ള ദിവസമാണോ? ഇവിടെ തന്നെ ഉള്ളത്. ഇവിടെ റീന അന്ന് കണ്ണൂരെ പറ്റായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാണ് സംഭവിച്ചത്? ഞാൻ റീനയുടെ ആതിരപ്പള്ളി പോയപ്പോഴും പാടിയതാണിത്. ആണോ? വളരെ വളരെ സേഫായിട്ടാണ് പറഞ്ഞു വെച്ചത്. എന്തായാലും ജാസി ഇത്രയും നേരം ഞങ്ങളുമായിട്ട് പങ്കിട്ടതിൽ വളരെ നന്ദി. ഒരുപക്ഷെ ഒരുപാട് സമയം പോയത് നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല. പക്ഷേ ജാസിയുടെ ഒരു എന്താ പറയുക, സ്വന്തമായിട്ടുള്ളൊരു സ്റ്റാമ്പ് എന്ന് പറയുന്നത് ഒരു വെസ്റ്റേൺ സംഗീതമാണ്. ഒരു ഇംഗ്ലീഷ് പാട്ടും കൂടി നമുക്ക് ഈ പരിപാടി നമുക്ക് അവസാനിപ്പിക്കാം. You fill up my senses,
like a night in the forest, like the mountains in springtime, like a walk in the rain, like a storm on the desert, like a sleepy blue ocean. You fill out my senses, come fill me again. Come, let me love you, let me give my life to you, let me drown in your laughter, let me die in your arms, let me lay down beside you, let me always be with you. Come, let me love you, come love me again. ജാസി, ഒരു വിസ്ഫോടനമായിട്ട് ആരംഭിച്ച ജീവിതം, ഈ സംഗീത ജീവിതം ഒരുപാട് നേട്ടങ്ങൾ എത്തിപ്പിടിക്കാൻ വേണ്ടി താങ്കളെ സഹായിക്കട്ടെ. ജീവിതത്തിൽ ഇനിയും വലിയ വലിയ ഉയരങ്ങളിലേക്ക് താങ്കൾ പോട്ടെ. പക്ഷെ അപ്പോഴും താങ്കളുടെ സ്ഥായിയായ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകാതിരിക്കില്ല. ഇത്രയും നേരം ഞങ്ങളുമായിട്ട് പങ്കുവച്ചതിന് പ്രേക്ഷകർക്ക് വേണ്ടിയും ഇവർക്ക് വേണ്ടിയും നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു.